ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങൾ വിജിൻ. ഒന്ന്, ഈ 18,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തെ ചരിത്ര വിജയമായി അടയാളപ്പെടുത്താൻ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷത്തെ ചരിത്ര വിജയമായി അടയാളപ്പെടുത്താൻ ഒരു വിഭാഗം മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ശ്രമം, ഇത് പരസ്യ പ്രചാരണ കാലയളവിലുടനീളം നമ്മൾ കണ്ടതാണ്. സർക്കാർ വിരുദ്ധ പ്രചാരണങ്ങൾക്ക്, വ്യാജ പ്രചാരണങ്ങൾക്ക് UDFന് ഏറ്റവും അധികം ചുക്കാൻ പിടിച്ചിട്ടുള്ളതും ഒരു വിഭാഗം മാധ്യമങ്ങൾ തന്നെയാണ്. അവരുടെ ഇന്നലത്തെ അതായത് SDPI ജമാഅത്തെ ഇസ്ലാമി വോട്ടുകൾ വേണ്ട എന്ന് പറയാനുള്ള ആർജവം കാണിക്കാതിരുന്ന UDFന്റെ വിജയത്തെ ഏത് നിലയിലും ഒരു ചരിത്ര വിജയമായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ള വല്ലാത്തൊരു പരിശ്രമം നമ്മൾ അവിടെ കണ്ടു. യഥാർത്ഥത്തിൽ ചേലക്കരയായിരുന്നു അങ്ങനെ പ്രോത്സാഹിപ്പിക്കേണ്ടത്. ആ നിലയിലുള്ള വിജയം പ്രത്യേകിച്ച് എന്താണ്, UDFന്റെ എല്ലാ ശക്തി കേന്ദ്രങ്ങളും ചേലക്കര കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് 5,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം കണ്ടിട്ടുള്ളൂ. അത് അനായാസം മറികടക്കാൻ കഴിയും രമ്യ ഹരിദാസിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ മുൻനിർത്തിക്കൊണ്ട് എന്ന വലിയൊരു ആത്മവിശ്വാസമായിരുന്നു UDF അവിടെ പ്രകടിപ്പിച്ചത്. അതൊക്കെയും പാടെ തകിടം മറിഞ്ഞു എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ നിൽക്കെയാണ് ഈ നിലയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് മാധ്യമങ്ങളും ചുക്കാൻ പിടിച്ചത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പാലക്കാട് ഇത്രത്തോളം വലിയ കാടിളക്കി നാടിളക്കിയുള്ള പ്രചാരണം നടന്ന ഒരു ഘട്ടത്തിലും യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ഈ നിലയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടി വന്നിട്ടും വലിയ വിജയം, അവരുടെ കണക്കിൽ വലിയ വിജയം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ വർഗീയതയെ കൂട്ടുപിടിക്കേണ്ടി വന്നു, ആ ഒരു രാഷ്ട്രീയത്തെ കൂട്ടുപിടിക്കേണ്ടി വന്നു എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. നമുക്കറിയാം, പാലക്കാട് DCCയുടെ കത്ത് പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് കൈരളി ന്യൂസ് പുറത്തുവിട്ട വാർത്ത, ഈ കത്ത് വിവാദത്തിൽ അടക്കമുള്ള വിഷയങ്ങളിൽ 23-ാം തീയതിക്ക് ശേഷം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ K മുരളീധരൻ അടക്കമുള്ളവർ അവിടെ നിൽക്കുന്നു. ഇന്നലെ ആദ്യ പ്രതികരണം നടത്തിയതും K മുരളീധരനെ പോലെയുള്ളൊരു നേതാവാണ്. മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ സംവിധാനം, അതായത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്തിട്ടുള്ള മിഷനറി ഫലം കണ്ടിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണോ ഈ ഒരു ഘട്ടത്തിൽ മറച്ചു പിടിക്കാൻ മാധ്യമങ്ങളും ഒപ്പം തന്നെ UDFന്റെ ഒരു വിഭാഗം നേതാക്കളും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്? തീർച്ചയായും ഈ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്പോർട്സ് സെഗ്മെൻറ്റുകളും സ്പോർട്സ് പേജുകളും ഒഴികെയുള്ള ബാക്കിയെല്ലാം കഴിഞ്ഞ കുറേ ദിവസമായി ഭരണവിരുദ്ധ വികാരവും അതുപോലെ തന്നെ ഇടതുവിരുദ്ധ വികാരവും സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള തീവ്രമായ ശ്രമം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലെ ഒക്കെ വാർത്തകളും അതുപോലെ തന്നെ പത്രങ്ങളിലെ പേജുകളും ഒക്കെ നോക്കിയാൽ തന്നെ അക്കാര്യം വ്യക്തമാകും. ഭരണത്തിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ജനങ്ങൾക്ക് ആവശ്യപ്പെടുന്ന കാര്യങ്ങളും വാർത്തയാക്കാൻ പോലും ചില ഘട്ടങ്ങളിൽ ഒന്നും മാധ്യമങ്ങൾ തയ്യാറാകാറില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇന്നലെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം വ്യക്തമാക്കിയ കാര്യം എന്ന് പറയുന്നത്, വ്യാജ പ്രചാരണങ്ങൾ തീവ്രമായി നടക്കുമ്പോഴും ജനങ്ങൾ LDFനെ തള്ളുന്നില്ല എന്നതാണ് ഫലസൂചനകൾ വ്യക്തമാക്കുന്നത്. ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത് എന്ന കാര്യം മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ ഈ തീവ്ര വിഭാഗങ്ങളെ ഉൾപ്പെടെ UDF കൂടാനുള്ള കാര്യമെന്ന് പറയുന്നത് കോൺഗ്രസിലെ തന്നെ പടലപ്പിണക്കമാണ്. മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കോൺഗ്രസിനുള്ള സ്വാധീനം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടാണ് SDPIയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെയായുള്ള കൂട്ടുകെട്ട് ഉണ്ടായത്. നമ്മൾ പാലക്കാടിലെ തിരഞ്ഞെടുപ്പ് എടുത്തു നോക്കിയാൽ തന്നെ വ്യക്തമാകുന്നത്, ഏകദേശം 10,000-ഓളം വോട്ടുകളാണ് E ശ്രീധരൻ പിടിച്ചതിലും അപ്പുറത്തേക്ക് BJPക്ക് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു കാര്യം അവിടെ നിൽക്കുമ്പോഴും ഈ SDPIക്ക് ഏകദേശം 10,000-ഓളം വോട്ടുകൾ SDPIക്കും പാലക്കാട് മണ്ഡലത്തിലുണ്ട്. ഈ വോട്ടുകളും പരസ്യമായി തന്നെ ചർച്ച നടത്തി ഉറപ്പിച്ചാണ് UDF സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് വിജയിക്കും എന്ന വലിയ തരത്തിലുള്ള അവകാശവാദം ഉന്നയിച്ചു കൊണ്ടിരുന്നത്. അതിൽ അവർക്കൊരു ഉറപ്പും ഉണ്ടായിരുന്നു. അതാണ് ഇന്നലെ SDPIയുടെ ഭാഗത്തു നിന്ന് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിട്ടുള്ള ആഹ്ലാദ പ്രകടനം ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും അത്തരത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ജമാഅത്തെ ഇസ്ലാമിയുടെയും അതുപോലെ തന്നെ SDPIയുടെയും ഒക്കെ വോട്ടുകൾ പർച്ചേസ് ചെയ്തുകൊണ്ടാണ് UDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പ്രത്യേകിച്ച് ഈ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ അത്തരത്തിലുള്ളൊരു രഹസ്യമായ ബാന്ധവം പരസ്യമായി തന്നെ പുറത്തു വരുന്ന സാഹചര്യമൊക്കെ കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലും കണ്ടതാണ്. ഇതുകൂടി ജനങ്ങളിലേക്ക് കൂടുതൽ ചർച്ചയ്ക്ക്
ചർച്ചയ്ക്ക് വിധേയമാക്കാൻ ഇടവരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ് നിലവിൽ പാലക്കാട് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇടതുപക്ഷത്തിന് ഇക്കാര്യത്തിൽ ഒരു വലിയ തരത്തിലുള്ള ആശ നൽകുന്നത്, ഒരു പ്രധാനമായും അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം നൽകുന്നത്, അത് നിലവിലുള്ള ഇത്തരം പ്രചാരണങ്ങളും ഇത്തരം കൂട്ടുകെട്ടുകളും എല്ലാം തള്ളിക്കൊണ്ട് ചേലക്കരയിലും PV അൻവർ ഉൾപ്പെടെ ഉയർത്തിയ ആരോപണങ്ങൾ അത് വലിയ തരത്തിൽ ചർച്ചയാകുന്ന സാഹചര്യം ഒക്കെ, മാധ്യമങ്ങൾ വലിയ വിവാദമാക്കുന്ന സാഹചര്യങ്ങൾ ഒക്കെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പും തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചും ഉണ്ടായിട്ടും അതൊന്നും ലെവലേശം ചേലക്കരയിൽ പോലും ഏശിയില്ല എന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ് LDFന് ലഭിച്ചത് എന്നുള്ളത് അവർക്ക് പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്നത് തന്നെയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അതൊരു വലിയ തരത്തിലുള്ള മുന്നോട്ട് പോക്കിനുള്ള ഊർജ്ജമായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മറുവശത്ത് BJPയിലെയും കോൺഗ്രസിലെയും പടലപ്പിണക്കങ്ങൾ, വലിയ തരത്തിലുള്ള പൊട്ടിത്തെറികൾ ഇനിയുള്ള മണിക്കൂറുകളിൽ, ദിവസങ്ങളിൽ വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് BJPയിലെ നേതൃസമവാക്യത്തിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കാരണം പാലക്കാട് RSSൻ്റെ മെഷീനറി, RSSൻ്റെ സംസ്ഥാന നേതൃത്വം തന്നെ ക്യാമ്പ് ചെയ്തായിരുന്നു പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ടിരുന്നത്. അത്തരത്തിൽ വലിയ സംഘടനാ സംവിധാനമുള്ള ഒരു RSSനെ പോലെയുള്ള ഒരു സംഘടന, അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ വത്സൻ തില്ലങ്കേരി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ക്യാമ്പ് ചെയ്ത് വിവാദങ്ങളോ വലിയ തരത്തിലുള്ള ഹൈപ്പുകളോ ഉണ്ടാക്കാതെ അടിത്തട്ടിൽ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രചാരണം നടത്തിയിട്ടും പാലക്കാടിൽ എല്ലാ ഘട്ടത്തിലും വലിയ തരത്തിലുള്ള ഭൂരിപക്ഷവും വലിയ മുന്നേറ്റവും ഉണ്ടാക്കാറുള്ള BJPക്ക് ലഭിച്ച വലിയ തിരിച്ചടി അത് RSSനെയും അതുപോലെ തന്നെ BJPയെയും ഇരുത്തി ചിന്തിപ്പിക്കുകയും അതിലുള്ള രാഷ്ട്രീയ സമവാക്യങ്ങളിലുള്ള മാറ്റങ്ങളിലേക്ക് സംഭവങ്ങൾ എത്തിക്കാനുള്ള സാഹചര്യവും ആണ് നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ കേരളം BJPയെ അംഗീകരിക്കുന്നില്ല എന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായി തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ വ്യാഖ്യാനിക്കാനും കഴിയും. കാവ്യ.